നിർത്തി ജനങ്ങളെ കാണാൻ ആഗ്രഹിച്ചതെങ്കിൽ വഴിയിലെല്ലാം വലിയ ജനക്കൂട്ടം കണ്ടിട്ട് ഇടയ്ക്ക് വെച്ചെല്ലാം നിർത്തി അഭിസംബോധന ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു. അതിൽ നിന്നും അതുകൊണ്ട് അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര പ്ലാൻ ചെയ്തത്. രാഹുൽ ഗാന്ധിയും അവിടെ UP മുഴുവൻ സഞ്ചരിച്ച് അങ്ങനെ ഏകദേശം 2 കോടി കർഷകരുടെ ഒപ്പിട്ട് വാങ്ങിയ ഒരു നിവേദനമുണ്ടായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി ആ യാത്ര അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞതാണ്, ഇത് പ്രധാനമന്ത്രിക്ക് മുമ്പിൽ സമർപ്പിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഞാൻ എത്തിക്കുമെന്ന് വാക്ക് നൽകിയിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി UPയിൽ നിന്നും പോകുന്നത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം വളരെ വിവാദമായ പാർലമെൻറ്റ് സമ്മേളനത്തിനിടയിൽ ആരോപണം ഉന്നയിച്ച് നിൽക്കുമ്പോഴും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കാണാൻ പോയതും ആ നിവേദനം സമർപ്പിച്ചതും. ആ നിലയിൽ UPയിൽ വലിയ ഒരു മുന്നൊരുക്കവും പ്രവർത്തനവും ഒക്കെ കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും UPയിലെ ഇന്നത്തെ ഒരു രാഷ്ട്രീയം BSP SP എന്ന നിലയിൽ രണ്ടായി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ BJP വളരെ ശക്തമായി തന്നെ UPയിലുണ്ട്. അത് നമുക്ക് കാണാതിരിക്കാൻ പ്രസ്ഥാനമാണ്. ശ്രീ CL മനോജ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു, എങ്ങനെയാണ് എത്രമേൽ ആ പ്രസ്ഥാനം ചീഞ്ഞളിഞ്ഞിരിക്കുന്നു, എത്രമേൽ ദുർഗന്ധം ആ പ്രസ്ഥാനത്തിൽ നിന്ന് വരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു CL മനോജ്. എങ്ങനെയാണ് അഖിലേഷ് യാദവ് ഇന്നത്തെ നടപടിയെ ദേശീയ കൗൺസിൽ വിളിച്ച് സ്വയം പാർട്ടി അധ്യക്ഷനായ അവരോധനായ നടപടി അങ്ങ് കാണുന്നത്? ശരിയാണ്, ഒരുപക്ഷെ നഗരമേഖലകളിൽ അഖിലേഷിന് വലിയ സ്വാധീനമുണ്ടാകുമായിരിക്കും. ഗ്രാമപ്രദേശങ്ങൾ ഇപ്പോഴും മുലായം ശക്തനാണ്, സംഘടനാപാഠവും പ്രകടമാണ്. അവിടെ മുലായത്തോട് അത്രമേൽ എതിരിട്ട് തോൽപ്പിക്കാനുള്ള ശക്തി അഖിലേഷിനുണ്ടോ? ശ്രീ വർഗീസ് ജോർജ്, ഇന്നലത്തെ അനുരഞ്ജനത്തിൽ അത് അഖിലേഷ് അവസാനിപ്പിക്കേണ്ടതായിരുന്നു. ഇന്ന് നടത്തിയത് അങ്ങേയറ്റം സാഹസികവും അപക്വവുമായ ഒരു നടപടിയായിപ്പോയി. കാരണം പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയുടെ ആണെങ്കിലും ഞങ്ങളുടേതാണെങ്കിലും എല്ലാം പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ദേശീയ സമിതി വിളിക്കേണ്ട പാർട്ടിയുടെ പ്രസിഡന്റാണ്. അഖിലേഷ് യാദവ് തന്നെ പാർട്ടിയുടെ ദേശീയ സമ്മേളനം വിളിച്ചുകൂട്ടി സ്വയം പ്രസിഡന്റായി അവരോധിക്കപ്പെട്ടത് ഒരു കടന്ന കൈയായിപ്പോയി. കാരണം ഈ പാർട്ടിയെ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർത്തിയെടുത്തത് മുലായം സിംഗ് യാദവാണ്. ഒരു ഘട്ടത്തിൽ 2 MLA-മാർ മാത്രമായിരുന്നു സമാജ്വാദി പാർട്ടിക്കുണ്ടായിരുന്നത്. ആ പാർട്ടിയെ ഇന്ന് ഏതാണ്ട് 204 MLA-മാരുള്ള ഒരു പാർട്ടിയാക്കി മുലായം സിംഗ് യാദവ് സ്വയം വളർത്തി തനിയെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. മുലായം സിംഗ് യാദവിന്റെ നേതൃത്വം വളരെ സുദൃഢമായൊരു നേതൃത്വമാണ്. എല്ലാ ഗ്രാമങ്ങളിലും അദ്ദേഹത്തിന് നല്ല നേതൃത്വമുണ്ട്. സംഘടനാ പാഠവും മുലായം സിംഗ് യാദവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് മുലായം സിംഗ് യാദവിനെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ട് അഖിലേഷ് യാദവ് നടത്തിയ ആ തീരുമാനം വളരെ തെറ്റായ തീരുമാനമാണ്. 29 MLA-മാർ മാത്രമാണ് ശ്രീ വർഗീസ് ജോർജ് മുലായത്തിനൊപ്പം ഉണ്ടായിരുന്നു. 200ഓളം MLA-മാർ ഉള്ളത് അഖിലേഷിനൊപ്പമാണ്. അഖിലേഷ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ 5000-ഓളം പാർട്ടി ഭാരവാഹികളാണ് ആ മൈതാനത്ത് തടിച്ചുകൂടിയത്. സ്വാധീനമുണ്ട് അഖിലേഷ് യാദവിന്. അതെ, പക്ഷേ MLA-മാരുടെ എണ്ണം അല്ലല്ലോ സംഘടനയെ നിശ്ചയിക്കുന്നത്. സംഘടനയാണ് MLA-മാരെ തീരുമാനിക്കുന്നത്. ഒരു അടുത്ത ഇലക്ഷൻ വരുമ്പോൾ മുലായം സിംഗ് യാദവ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രാഭവത്തോടും കൂടി സംഘടനാ രംഗത്തിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അഖിലേഷ് യാദവിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. പക്ഷേ അതാർക്കാണ് ഗുണം ചെയ്യുക? ശ്രീ വർഗീസ്, അതാർക്കാണ് ഗുണം ചെയ്യുക? BJP വിരുദ്ധ മതേതര സോഷ്യലിസ്റ്റ് ചേരിയിൽ രാജ്യത്തെ അറിയപ്പെടുന്ന നേതാവായി ആഗ്രഹിക്കുന്ന മുലായം സിംഗ് യാദവ് അത്തരത്തിലിറങ്ങുകയാണെങ്കിൽ BJP-യെ അധികാരത്തിലേക്ക് എത്തിക്കാൻ അവരുടെ പാത വളരെ സുഗമമാക്കാൻ മാത്രമല്ലേ പ്രയോജനപ്പെടുക? ശ്രീ വർഗീസ് ജോർജ്, തീർച്ചയായിട്ടും മതേതര വോട്ടുകൾ ഭിന്നിക്കുക മറ്റ് ശക്തികൾക്കാണ് സഹായകരമായിട്ട് വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ BJP-ക്ക് 71 സീറ്റുകളും BJP-യുടെ സഖ്യകക്ഷിയായ അപ്നാദളിന് 2 സീറ്റും കിട്ടിയത് അവിടെ മതേതര വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ടാണ്. ഉദാഹരണത്തിന് BSPക്ക് കഴിഞ്ഞ ഇലക്ഷനിലെ ലോക്സഭയിലെ 20% വോട്ടുകൾ ലഭിച്ചതാണ്. പക്ഷെ അവർ MP-യെ പോലും വിജയിക്കാൻ സാധിച്ചില്ല. കാരണം മതേതര വോട്ടുകൾ 5ആയിട്ട് അവിടെ ഭിന്നിച്ചുപോയി. ഇപ്പോൾ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കോയലീഷൻ, സോഷ്യൽ കോയലീഷൻ വരികയാണെങ്കിൽ വീണ്ടും ഒരു പുതിയ മുന്നണി ഇവിടെ വരും. അത് തീർച്ചയായിട്ടും മതേതര വോട്ടുകളെ ഭിന്നിപ്പിക്കും. ശരി, നന്ദി ശ്രീ വർഗീസ് ജോർജ്. ജോർജ് കുര്യൻ, അത്തരത്തിൽ ഒരു പുതിയൊരു പാർട്ടിയുടെ ഉദയം അത്രമേൽ വിദൂരമല്ല. അതിനൊരു പക്ഷേ കോൺഗ്രസിന്റെ പിന്തുണയുണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട് UPയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. അങ്ങനെ അഖിലേഷും കോൺഗ്രസും ഒരു പക്ഷത്തും BSP മറുപക്ഷത്തും നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എത്രമേൽ വിജയപ്രതീക്ഷയുണ്ട് UPയിൽ BJP-ക്ക്? ശ്രീ ജോർജ് കുര്യൻ. BJP-യെ സംബന്ധിച്ചിടത്തോളം UPയിൽ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, UP എന്ന് പറയുന്നത് ഏതാണ്ട് 21 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലെ ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ ജനസംഖ്യയുള്ള ഒരു പ്രദേശം. മാത്രമല്ല ഭാരതത്തിൻ്റെ പല പ്രധാനമന്ത്രിമാരും അവിടെ നിന്നായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനം, ഭൂപ്രകൃതി അനുസരിച്ച് 4-ാമത്തെ സംസ്ഥാനം. അവിടെ ഈ പ്രാദേശിക കക്ഷികൾ രാം മനോഹർ ലോഹിയയുടെ ശിഷ്യന്മാരായിട്ടുള്ള മുലായം സിംഗ് യാദവും അതുപോലെ ബീഹാറിൽ നമ്മുടെ ലാലു പ്രസാദ് യാദവും കാണിക്കുന്ന രാഷ്ട്രീയം, അത് സോഷ്യലിസം എന്ന് പറയാൻ തന്നെ നാണക്കേടായിട്ടുള്ള കുടുംബാധിപത്യവും അഴിമതിയുമാണ്. തീർച്ചയായിട്ടും ഇവിടെ യു പിയിൽ ദേശീയ രാഷ്ട്രീയ കക്ഷികൾ കടന്നു വരേണ്ടിയ സമയമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 2009 കോൺഗ്രസ്സിന് ഏതാണ്ട് SP-യുടെയും അതുപോലെ തന്നെ BSPയുടെയും ഒപ്പം ലോക്സഭാ മെമ്പേഴ്സിനെ കിട്ടിയിരുന്നു. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു, ഏതാണ്ട് ദേശീയ രാഷ്ട്രീയ കക്ഷികൾ കടന്നു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. പക്ഷേ കോൺഗ്രസ് അബദ്ധങ്ങൾ കാണിച്ചു. എത്രയായിരുന്നു അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അത് വോട്ട് ഷെയർ എത്രയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ കൊടുക്കുന്ന ചില ഒരു ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഇത് കാണിക്കുന്നത്. ഇതേ അബദ്ധം BJPക്ക് പറ്റിയിട്ടുണ്ട് അവിടെ. കാരണം മായാവതിയെ അധികാരത്തിലേറ്റിയിട്ട് BJPക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് BJP ഒറ്റക്കാലെ നിൽക്കാൻ തീരുമാനിച്ച അവസരത്തിൽ BJPക്ക് അനുകൂലമായിട്ട് മാറുകയും ഇപ്പോഴേ UPയിൽ കോൺഗ്രസ് ഷീലാ ദീക്ഷിതിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശക്തമായിട്ട് രംഗത്ത് വരുന്നു എന്നുള്ളൊരു രീതിയിൽ കാണിക്കുകയും അതിനുശേഷം അത് ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടിലേക്ക് മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ദേശീയ കക്ഷികൾ ശക്തമായിട്ട് നിന്നു കഴിഞ്ഞാൽ. ശ്രീ ജോർജ് കുര്യൻ, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എത്രാമതായിരുന്നു BJPയുടെ സ്ഥാനം? അല്ല, ലോക്സഭാ ഇലക്ഷനിൽ 71 സീറ്റ് കിട്ടിയല്ലോ. 42% ഞാൻ പറയുന്നത് എന്തുകൊണ്ടല്ലോ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് ഈ ദേശീയ കക്ഷികൾക്ക് പ്രാധാന്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. ഈ പുഴുക്കുത്തുകളായിട്ടുള്ള ഇതുപോലെയുള്ള പ്രാദേശിക കക്ഷികൾ, കാരണം മുലായം സിംഗ് യാദവിൻ്റെയും അതുപോലെ തന്നെ മായാവതിയുടെയും ഒക്കെ പാർട്ടികൾ ഏതാണ്ട് അപജയത്തിൻ്റെ മാർഗത്തിലാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ആദർശപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ നയപരിപാടിയുടെ അടിസ്ഥാനത്തിലോ ഒന്നും തന്നെ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതാണല്ലോ ഒരു കാരണവുമില്ലാതെ ഇത് അടിച്ചു പിരിയുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദേശീയ കക്ഷികൾ UPയിൽ കടന്നു വരുന്ന, ഞാൻ പറഞ്ഞതുപോലെ ഇത് UPയിൽ മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ മഹാരാഷ്ട്രയിൽ ബാൽ താക്കറെയ്ക്ക് ശേഷം ശിവസേന പുറകോട്ട് പോകുന്നു. അതുപോലെ ചൗട്ടാലയുടെ പാർട്ടി, അതുപോലെ കർണാടകത്തിൽ ദേവഗൗഡയുടെ പാർട്ടി, ഇപ്പം മുലായം സിംഗിൻ്റെ പാർട്ടി, നാളെ DMK അല്ലെങ്കിൽ കരുണാനിധിയുടെ പാർട്ടി, ഇതെല്ലാം പോകുന്ന അവസരത്തിൽ എന്തുകൊണ്ട് ദേശീയ രാഷ്ട്രീയ കക്ഷികൾ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം? കോൺഗ്രസ് ഇപ്പോഴും മുലായം സിംഗ് യാദവിൻ്റെ കൂടെ പോകാനോ അഖിലേഷ് യാദവിൻ്റെ കൂടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, അത് മായാവതിയുടെ കാര്യത്തിൽ BJPക്ക് പറ്റിയ അബദ്ധം തന്നെയാണ്. എന്തുകൊണ്ട് ദേശീയ രാഷ്ട്രീയ കക്ഷികൾ BJP കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ശരി, ശ്രീ ഫക്രുദ്ദീൻ അലി, BJP എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. അവർ നേരത്തെ തന്നെ ഗെയിം പ്ലാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് വലിയ നിർണായകമാണ് UP തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് സമാജ്വാദി പാർട്ടിയിലെ ഈ അസ്ഥിരത, മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത്, ദളിത് വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് BJPക്ക് ഗുണകരമാവാൻ പോകുന്നത്? അല്ലേ, മുസ്ലിം വോട്ടിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അത് ഒരു വല്ലാത്ത ദുര്യോഗമാണ്. BJP എതിര് വോട്ട് മാത്രമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വളരെ ദുര്യോഗമാണ്. അത് കോൺഗ്രസും അതുപോലെ തന്നെ BJP എല്ലാം ആ രീതിയിൽ അവിടെയുള്ള ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പം BJP റെസിസ്റ്റ് ചെയ്യുന്നതിൽ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്. മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോയ ലോക്സഭാ ഇലക്ഷൻ്റെ അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് സമാജ്വാദി ഈ പാർട്ടി ഈ പ്രോബ്ലം ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രിക്ക് അതിശക്തമായിട്ടുള്ള ഒരു മുൻതൂക്കം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്കിൾമാരൊക്കെ സ്വാഭാവിക ഓരം ചേർന്ന് പോകും. ഇവിടെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഓരം ചേർന്ന അവസ്ഥ NCP ആയി പോയ അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെ വന്ന് സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ടുകൾ ഇവർക്ക് അനുകൂലമായി കൺസോളിഡേറ്റ് ചെയ്യും. ആ ഒരു OBC യാദവ വോട്ട് 44% അവിടെ ഈ പറയുന്ന OBC ഉള്ള എല്ലാ തരത്തിലുള്ള അതിൽ പിന്നെ BJP ടാർഗറ്റ് ചെയ്യുന്ന എക്സ്ട്രീം ബാക്ക്വേർഡിന് ഏതാണ്ട് ഒരു 15-20% വരെ വോട്ട്. അതുകൂടി കഴിഞ്ഞാൽ മുസ്ലിം വോട്ടും മുസ്ലിം വോട്ട് 19 തന്നാൽ ഒരു 15 കൂട്ടിക്കുള്ളൂ. അതുകൂടെ 15 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 30% വോട്ട്. 4 പ്രധാനപ്പെട്ട കക്ഷികൾ മത്സരിക്കുക: കോൺഗ്രസ്, BJP, BSP, സമാജ്വാദി പാർട്ടി. 4 കൂട്ടർ ഒരുമിച്ച് മത്സരിക്കാൻ 30% വോട്ട് മതി അവിടെ വരിക്കാം. പക്ഷേ കോൺഗ്രസ് BJPയുടെ കൂടെ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ കൂടെ ഈ പറഞ്ഞ അലയൻസിന് നിന്ന് കഴിഞ്ഞാൽ അത് 40% വോട്ടെങ്കിലും കിട്ടേണ്ടി വരും. BJP ആണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും. അപ്പോൾ
മുഖ്യമന്ത്രിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, മുലായത്തിൻ്റെ സ്റ്റാൻഡ് എന്താണ്? ഇത് പിന്നെ മുലായം പ്രത്യേകമായ സ്റ്റാൻഡും എടുക്കാതെ സമാജ്വാദി പാർട്ടി കൃത്യമായി രണ്ടായി പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് സംഗതി എളുപ്പമാവും. പിന്നെ ഒന്നാമത് കാര്യം, ബി ജെ പിക്ക് 42% വോട്ട് കിട്ടിയിരുന്നു. പക്ഷേ ബി ജെ പിക്ക് 42% വോട്ട് കിട്ടി. ഇന്ന് അത് ഇനി ആവർത്തിക്കണമെന്നില്ല. കാരണം അന്ന് മോഡിയെ പറ്റി വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ പ്രതീക്ഷകൾക്കൊപ്പം ഉയരാൻ മോഡിക്ക് പറ്റിയിട്ടുള്ള യാഥാർത്ഥ്യമാണ്. 42% വോട്ട് മാത്രമാണ് അപ്പോൾ ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞത്. അന്ന് 42 നേടാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ അവിടുന്ന് ഈ പറയുന്ന മോഡി എക്സ്പെക്ടേഷൻസ് അത്ര വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട്? കാരണം മോഡി നമ്മൾ ഓൾറെഡി പരീക്ഷിച്ചു കഴിഞ്ഞു. പിന്നെ ഈ പറയുന്ന ഹരിയാനയുടെ കർണാടകയുടെ സ്ഥിതി അല്ല ഈ പ്രാദേശിക രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യു പിനെ കാണേണ്ടത്. കാരണം കോൺഗ്രസിനെയും ബി ജെ പിനെയും ഓൾറെഡി അവർ പരീക്ഷ തള്ളിക്കളഞ്ഞതാണ്. ഇപ്പം കർണാടക ആണെങ്കിലും അതുപോലെ തന്നെ ഹരിയാന ആണെങ്കിലും ഈ പ്രാദേശിക പാർട്ടികളെ വിട്ടിട്ട് അവർ ബി ജെ പിനെ സ്വീകരിച്ച അടുത്തിടെയാണ്. അപ്പം അവർക്ക് ഇങ്ങനെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ടിനെ ഒന്നായി കാണാം. ഉപ്പും ഉപ്പിലിട്ടവും രണ്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിലെ പ്രാദേശിക പാർട്ടികളുള്ള സമീപനം ആണോന്നില്ല. ഈ പ്രാദേശിക പാർട്ടികൾ ദേശീയ മാധ്യമങ്ങൾ ഇങ്ങനെ ചിത്രീകരിക്കുന്നത് കൊണ്ടാണ് ഏത് രാഷ്ട്രീയ അടിപിടിയില്ലാത്ത ഏത് രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട്. പക്ഷേ ഇവരുടെ ഗുണമെന്ന് വെച്ചാൽ ഈ യാദവ്മാരെ ബീഹാറിലും യു പിയിലും ഒക്കെ വന്നോടുകൂടിയിട്ട് ഈ OBC വിഭാഗങ്ങൾക്കെല്ലാം ഗവൺമെൻറ് മേഖലയിൽ മറ്റു കൂടുതൽ പ്രാതിനിധ്യം കൈവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്, അല്ലാതെ ഈ ഉടായ്പ കണ്ടുകൊണ്ടൊന്നല്ല. അമർ സിംഗിന്റെ പങ്ക് എന്താണ് ഈ സംഭവത്തിൽ? അമിതാഭ് ബച്ചനെയും സഹോദരനെയും തമ്മിലടുപ്പിച്ച, അംബാനി സഹോദരന്മാരെ തമ്മിലടുപ്പിച്ച അമർ സിംഗിന് എന്താണ് ഇതിലെ പങ്ക്? എന്താണ് അമർ സിംഗിന്റെ താല്പര്യം? ഇടവേളയ്ക്ക് ശേഷം.